കാണൂല. എന്തേ? എന്താ ഭൂമിന്റെയൊക്കെ എഞ്ചിനീയറിംഗ്! എത്ര ആയിരക്കണക്കിന് ഗാലൻ വെള്ളമാണ് ഈ ഉരുണ്ട സാധനത്തും അള്ള ഒഴിച്ചു വെച്ചത്. ആലോചിച്ച് നോക്കി, ഒരു പന്തുമ വെള്ളം വെച്ചാൽ ആ വെള്ളം അവിടെ ഉണ്ടാവുമോ? അള്ളാന്റെ ഭൂമി ഈ വെള്ളവും കൊണ്ട് കറങ്ങല്ലേ. നമ്മളിപ്പോ 1 മണിക്കൂറിലേറെ വേദം പറയാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് സഞ്ചരിച്ച് എത്ര കിലോമീറ്റർ ആണെന്നറിയോ? സൂര്യന് ചുറ്റും 1,08,000 കിലോമീറ്റർ ഞാനും നിങ്ങളും യാത്ര ചെയ്തപ്പോ 1 മണിക്കൂറിലെ. ഇതിന് മുമ്പ് നിങ്ങൾ എപ്പോഴോ വന്നിട്ടുണ്ടാവും. 1 മണിക്കൂറിൽ നമ്മൾ അറിഞ്ഞ് 1,08,000 കിലോമീറ്റർ ഒരു ബുള്ളറ്റ് ട്രെയിന് പോയാൽ, ഒരു ഫ്ലൈറ്റ് അടുത്തുകൂടെ പോയാൽ മനുഷ്യൻ പാറിപ്പോവില്ലേ? പൊടിപൊടിയാവൂലേ? നമ്മൾ വല്ല കൊടുങ്കാറ്റും അനുഭവിച്ചോ? ഇവിടെ ഭൂമി പോകുന്ന സ്പീഡ്, ആ ഒരു സ്പീഡ് 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സ്പീഡിൽ സൂര്യന് ചുറ്റും കറങ്ങി ഒരു കറക്കം പൂർത്തിയാകുമ്പോ അന്ന് 12 മണിക്ക് നമ്മൾ കുപ്പി പൊട്ടിക്കും അല്ലേ? ആലോചിച്ച് നോക്കി, നന്ദികേടിന്റെ പരമമായൊരു മൂർത്തി രൂപം നോക്കൂ. അന്ന് നമ്മൾ കള്ളുകുപ്പി, അന്ന് പെൺകുട്ടികൾക്ക് കന്യകാർത്ഥം അവർ നശിപ്പിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഫസ്റ്റ് നൈറ്റ് എന്ന് ഡിസംബർ 31 എന്താ? ഈ ഭൂമി സൂര്യന് ചുറ്റും ഒരു കറക്കം പൂർത്തിയാക്കുന്ന വലിയൊരു പ്രതിഭാസം സോളാർ സിസ്റ്റത്തിൽ നടക്കുന്ന ദിവസം പടച്ചതമ്പുരാന്റെ ആ മഹാസൃഷ്ടിക്കുമേൽ തലകുനിഞ്ഞു നിന്ന് ഇബാദത്തിലോ ആരാധനയിലോ നിൽക്കേണ്ടതിന് പകരം നമ്മുടെ ബീച്ചുകളും കുറ്റിക്കാടുകളും കള്ളുകുപ്പി കൊണ്ട് നിറയേറ പിറ്റേന്ന് രാവിലെ അല്ലേ? പോലീസുകാർക്ക് പ്രശ്നമാണ്. പോലീസുകാർക്ക് 1 മാസം മുമ്പ് ട്രെയിനിങ് തുടങ്ങും. എങ്ങനെയാ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? നമ്മുടെ കുട്ടികളെ റോഡിലൂടെ വെള്ളടിച്ച് വണ്ടി ഓടിക്കും, അപകടം വരുത്തും, അസമയത്ത് വരെ പലയിടത്തും കാണേണ്ടി വരും, ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തിന്? ഭൂമിയുടെ ഈ കറക്കം പൂർത്തിയായ ആഘോഷം. അതാ ന്യൂ ഇയർ എന്ന് പറയണത്. ആലോചിക്കുന്നുണ്ടോ എന്താ നമ്മൾ ഈ കളിച്ചു കൂട്ടുന്നത്? ഇവിടുന്ന് പോണ്ടേ? മണ്ണിന്റെ ഉള്ളിലേക്ക് പോയി കിടക്കാനുള്ളവരാ. ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയെങ്കിലും മുഅ്മിനീങ്ങൾക്ക് വേണം. അതിനെ കുരുത്തക്കേട് നിർത്തിയാലേ നടക്കുള്ളൂ. നമ്മുടെ ന്യൂ ഇയറുകളും നമ്മുടെ കല്യാണവും തക്കാരൊക്കെ ഈ തരത്തിൽ അള്ളാഹു നിഅമത്ത് തന്നതിന്റെ പേരിൽ ആഭാസമാക്കാൻ തുടങ്ങിയാൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ദയവ് ചെയ്തിട്ട് ഒരപേക്ഷയാണ് എൻ്റെ മുസ്ലിം കുടുംബത്തോട്. ദയവ് ചെയ്ത് നിങ്ങൾ പുതിയാപ്പിളിയും പുതന്നെയും ഫോട്ടോ എടുത്തോ, അതിനൊന്നും കുഴപ്പമില്ല. നാട്ടുകാരെ മുമ്പിൽ വന്നിട്ട് സ്റ്റേജുമേ കയറ്റി ചെയ്യല്ലേ. നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ മോൾ. നിങ്ങളുടെ പുതിയാപ്പിളക്കുള്ളതാ. നിങ്ങൾ കുടുംബക്കാര്, വേണ്ടപ്പെട്ട ആളുകൾ, നിങ്ങൾ ഏതെങ്കിലും റൂമിലോ ഒരു ചെറിയൊരു ഹാളോ എന്തെങ്കിലും നിങ്ങളെടുത്തോ, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ വലിയൊരു സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പുതിയണ്ണും ചാടണം, പുതിയാപ്പിളയും ചാടണം. പിന്നെ ക്യാമറാമാൻമാർ പറയും അങ്ങോട്ട് തിരി, കിസ് ചെയ്യ്, ഹഗ് ചെയ്യ്, അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടെടുക്ക്, ഇതൊക്കെ ഇവർ ചെയ്യും വേണം. നാട്ടുകാരെ മുഴുവനും കണ്ടിങ്ങനെ ഇരിക്കുക. എന്ത് പച്ച ഹറാം? അള്ളാഹുവിന്റെ നാമത്തിൽ കൈപിടിച്ച് അൻകഹ്തുക വസവ്വജ്തുക എന്ന് പറഞ്ഞ് ബിതസ്രീഹിൻ ബിഇഹ്സാൻ ബിഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറഞ്ഞ് ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഇതിനൊക്കെ ആമീൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടങ്ങും നമ്മുടെ റാപ്പ് മ്യൂസിക്. പിന്നെ തുടങ്ങി നമ്മുടെ പലതരത്തിലുള്ള ചാട്ടങ്ങളും കളികളും പെൺകുട്ടികളും അല്ലാത്തവരും. ഇങ്ങനെ ഒരു ടീം. അവർക്കത് ബിസിനസ്സാണ്. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം. അവര് പല നൃത്തങ്ങളും ചെയ്യും, നൃത്തം ചെയ്യിപ്പിക്കും. പുതിയാപ്പിളിയും പുതിയനും ഒക്കെ നൃത്തം ചെയ്യേണ്ടി വരും. ഇത് നിങ്ങൾ പേയ്മെന്റും കൊടുക്കുക. ഉറക്ക മ്യൂസിക് വെച്ച് പാതിരാത്രി പുതിയന് നിസ്കാരമുണ്ടോ? പുതിയണിന്റെ കൂടുതലുള്ളവർക്ക് ഒന്ന് മേക്കപ്പ് പോവും. പിന്നെ എങ്ങനെ നിസ്കരിക്കുക? മേക്കപ്പ് ഇട്ട് രാവിലെ തുടങ്ങിയ വൈകുന്നേരം മേക്കപ്പ് തീരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എത്ര നിസ്കാരമുണ്ട്? വല്ലതും ചെയ്യാറുണ്ടോ? കൂടുള്ളവർ നിസ്കരിക്കോ? വീട്ടിലെ ഉമ്മ വാപ്പാക്ക് നിസ്കാരമുണ്ടോ? കുട്ടികൾക്ക് നിസ്കാരമുണ്ടോ? എന്തൊക്കെ ഹറാമുകൾ അവിടെ നടക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ട് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ആൾക്കാരാ, നമുക്ക് മൗലിദൊക്കെ ഭയങ്കര സംഭവം, നമ്മൾ ഉറൂസിന്റെ ആൾക്കാരാ. അത് പറ്റൂല. ഇത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ഹറാമുകൾ തന്നെ. അനാചാരങ്ങൾ ഒരു മഖാമിലും വന്ന് ഒരു കുട്ടിയും പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. അവർ അല്ലാഹുവല്ല. അല്ലാഹുവിനെ നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ.